ഓം ശാന്തി 10/1/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, അൽഫയും ബേറ്റയും ബാബയെയും സമ്പത്തിനെയും ഓർമ്മയുണ്ടെങ്കിൽ സന്തോഷത്തിൻ്റെ അളവ് വർദ്ധിച്ചിരിക്കും. ഇത് വളരെ സഹജവും സെക്കൻഡിൻ്റെ കാര്യവും ആണ്. നമ്മൾ അഭ്യസിക്കുന്ന രാജയോഗത്തെ സഹജ രാജയോഗം എന്നാണ് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ വളരെ സഹജമാണ്. അച്ഛനെ ഓർമ്മിക്കുക, സമ്പത്തിനെ ഓർമ്മിക്കുക. അച്ഛനെ ഓർമ്മിക്കുന്നത് എനിക്ക് ആരുണ്ട് എന്നതിൻ്റെ ഉത്തരമായിട്ടാണ്. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ എനിക്കാരുണ്ട് എന്ന ചോദ്യത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ ഉത്തരം ലഭിക്കുന്നു. ഈ ഓർമ്മയുടെ ബലത്തിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള അരക്ഷിതാവസ്ഥ മാറി സുരക്ഷിതത്വം ഉണ്ടാകുന്നു. അത് അനുഭവപ്പെടുന്നു. സമ്പത്തിനെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മൾക്കൊരു ലക്ഷ്യം ലഭിക്കുന്നു. നമ്മൾക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത്, നമ്മളുടെ ചിന്താഗതി, അഭിപ്രായം, മനോഭാവം എല്ലാം ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് എന്നതിനൊരു സ്പഷ്ടമായ ഉത്തരം ലഭിക്കുന്നു. ഇത് രണ്ടിനും അനുസരിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തിൻ്റെ അളവ് എപ്പോഴും വർദ്ധിച്ചിരിക്കും. എന്നാൽ ബാബ ഇന്ന് പറയുന്നു, ഇതിനെ സഹജം എന്തുകൊണ്ടാണ് പറയുന്നത്? ഇത് സെക്കൻഡിൻ്റെ കാര്യമാണ്. അച്ഛനെന്നും സമ്പത്തെന്നും പറയുന്നതിനു പകരം അൽഫ ബേറ്റ, അതായത് എ ബി എന്ന് പറയുന്നതിലൂടെ ഉടൻ തന്നെ നമ്മൾ ആ സ്ഥിതിയിൽ എത്തിച്ചേരുന്നു. ഇത് സെക്കൻഡിൻ്റെ കാര്യമാണ്. ചോദ്യം: അവസാനമില്ലാത്തത്രയും സന്തോഷം ഏതു കുട്ടികൾക്കുണ്ടായിരിക്കും? സദാ സന്തോഷത്തിൻ്റെ അളവ് വർദ്ധിച്ചിരിക്കുന്നതിനുള്ള മാർഗം എന്താണ്? ഉത്തരം: ഏത് കുട്ടികളാണോ അശരീരിയാകുന്നതിൻ്റെ പരിശീലനം നടത്തുന്നത്, ബാബ എന്ത് കേൾപ്പിക്കുന്നുവോ അത് നല്ല രീതിയിൽ ധാരണ ചെയ്ത് മറ്റുള്ളവരെയും ചെയ്യിപ്പിക്കുന്നത്, അവർക്കാണ് അന്തമില്ലാത്തത്രയും സന്തോഷത്തിൽ ഇരിക്കാൻ സാധിക്കുന്നത്. സന്തോഷത്തിൻ്റെ അളവ് സദാ വർദ്ധിച്ചിരിക്കണം. ഇതിനായി അവിനാശി ജ്ഞാനരത്നങ്ങൾ ദാനം ചെയ്തുകൊണ്ടിരിക്കൂ. വളരെയധികം പേരുടെ മംഗളം ചെയ്യൂ. സദാ ഈ സ്മൃതി ഉണ്ടായിരിക്കണം, നമ്മളിപ്പോൾ സുഖത്തിൻ്റെയും ശാന്തിയുടെയും കൊടുമുടിയിലേക്ക് പോകുകയാണ്. അപ്പോൾ സന്തോഷമുണ്ടാകും. നമ്മുടെ ഈ പഠിത്തത്തിലുള്ള 4 സബ്ജക്റ്റുകളാണ് ജ്ഞാനം, യോഗം, ധാരണ, സേവനം. ഇവ 4ലും ഒരുപോലെ മികച്ചതാകണം. ഇതിലൂടെ നമ്മളുടെ സന്തോഷത്തിൻ്റെ അളവ് എല്ലായ്പ്പോഴും ഉയർന്നിരിക്കും. ഇന്ന് ബാബ പ്രത്യേകിച്ചും അശരീരിയാകുന്നതിൻ്റെ അഭ്യാസത്തെക്കുറിച്ചും ബാബ എന്ത് കേൾപ്പിക്കുന്നുവോ അത് ധാരണ ചെയ്ത് മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചും പറയുകയാണ്. അശരീരിയാകുന്നതിൻ്റെ അഭ്യാസം ചെയ്യുന്നതിലൂടെ നമ്മൾ ആത്മാഭിമാനി സ്ഥിതിയിൽ എത്തുകയാണ്, നമ്മളുടെ ലക്ഷ്യത്തിൽ എത്തുകയാണ്. നാം എന്താണോ ബാബയിൽ നിന്ന് കേൾക്കുന്നത് അത് നന്നായി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ധാരണ ചെയ്ത് പിന്നെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ കേൾക്കുന്നവർക്കും വളരെ സന്തോഷമുണ്ടാകും, പറഞ്ഞു കൊടുക്കുന്ന നമ്മൾക്കും വളരെയധികം സന്തോഷമുണ്ടാകും. സന്തോഷത്തിൻ്റെ അളവ് എപ്പോഴും വർദ്ധിപ്പിച്ച് ഉയർത്തി തന്നെ വെക്കണം എന്നുണ്ടെങ്കിൽ ജ്ഞാനരത്നങ്ങൾ ദാനം ചെയ്യണം. ജ്ഞാനരത്നങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ രണ്ടാമതും പഠിക്കുകയാണ്, ഒപ്പം പുണ്യം ശേഖരിക്കുകയുമാണ്. ഇപ്രകാരം മറ്റുള്ളവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അതവർ എടുക്കുന്നു, അല്ലെങ്കിൽ ബാബയുടെ അവിനാശി കുട്ടിയായി തീരുന്നു. അതിനാൽ എല്ലാവരുടെയും മംഗളം ചെയ്യണം. ഇതിനോടൊപ്പം നമ്മൾ എല്ലായ്പ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം, നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്കും നമ്മുടെ രാജധാനിയിലേക്കും പോവുകയാണ്. അതായത് ശാന്തിയുടെയും സുഖത്തിൻ്റെയും കൊടുമുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ധാരണ ചെയ്യാനുള്ള മുഖ്യസാരം:
ഒന്ന്, ജ്ഞാനം ധാരണ ചെയ്യുന്നതിനായി ആദ്യം തൻ്റെ ബുദ്ധി സ്വർണിമ യുഗത്തിലേതുപോലെ ആക്കിയെടുക്കണം. ബാബയുടെ ഓർമ്മ കൂടാതെ മറ്റൊരു വസ്തുവിനോടും മമത്വം അരുത്. 2, കർമാതീത അവസ്ഥയെ പ്രാപ്തമാക്കി വീട്ടിലേക്ക് പോകുന്നതിന് അശരീരിയാകുന്നതിനുള്ള പരിശീലനം നടത്തണം. തൻ്റെ ചലനം നോക്കണം, ഞാൻ ആർക്കും ദുഃഖം കൊടുക്കുന്നില്ലല്ലോ എന്ന്. ബാബയ്ക്ക് സമാനം മധുരമുള്ളവരാകണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ ജ്ഞാനമെന്നാൽ സിംഹണിയുടെ പാല് പോലെയാണ്. അത് സ്വർണപാത്രത്തിൽ മാത്രമേ ഇരിക്കുള്ളൂ. അതുപോലെ ഈ ജ്ഞാനവും വളരെ ഉയർന്നതാണ്. ഈ ജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നതിന് തൻ്റെ ബുദ്ധി സ്വർണിമ യുഗത്തിലേതുപോലെ ആക്കിയെടുക്കണം. ബാബയുടെ ഓർമ്മയല്ലാതെ മറ്റൊരു വസ്തുവിനോടും വ്യക്തിയോടും മമത്വം അരുത്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, കർമാതീത അവസ്ഥയിലെത്തി തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതാണ്. അതിനാൽ അശരീരിയാകുന്നതിനുള്ള പരിശീലനം വേണം. അശരീരി സ്ഥിതിയിലെത്തിയ ഒരാത്മാവ് അല്ലെങ്കിൽ കർമാതീത സ്ഥിതിയിലെത്തിയ ഒരാത്മാവിന് ഒരിക്കലും തൻ്റെ കർമ്മം അവരുടെ മേൽ പ്രഭാവം ചെലുത്തില്ല. ആ ആത്മാവിൻ്റെ പ്രഭാവം കർമ്മത്തിനു മേലുണ്ടാകും. എന്നാൽ കർമ്മത്തിൻ്റെ ഒരു തരത്തിലുള്ള പ്രഭാവവും ആത്മാവിന് മേൽ വരില്ല. അതിനോടൊപ്പം ഓർമ്മിക്കേണ്ടത്, നമ്മൾ വീട്ടിൽ നിന്ന് വന്നത് അശരീരിയായാണ്, തിരിച്ചു പോകേണ്ടതും അശരീരിയായി തന്നെയാണ്. അതിനാൽ അശരീരിയാകുന്നതിനുള്ള അഭ്യാസം അല്ലെങ്കിൽ പരിശീലനം നടത്തണം. സ്വന്തം ചലനവും പെരുമാറ്റവും എല്ലാം ചെക്ക് ചെയ്യണം. ആർക്കും ദുഃഖം കൊടുക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ലല്ലോ എന്നത് നോക്കണം. കാരണം നമ്മൾക്ക് ബാബയെ പോലെ മാധുര്യമുള്ളവർ ആകേണ്ടതാണ്. അപ്പോൾ മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവും നമ്മളുടെ മനസ്സിൽ വച്ചിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ തന്നെ ഭാരിച്ചതാക്കും. അതിനാൽ തൻ്റെ ഉള്ളിൽ നോക്കണം, നമ്മൾ ആർക്കും ദുഃഖം കൊടുക്കുന്നില്ലല്ലോ. വരദാനം: സഹനശക്തിയുടെ ധാരണയിലൂടെ സത്യതയെ സ്വന്തമാക്കുന്ന സദാകാലത്തെ വിജയിയായി ഭവിക്കട്ടെ. ലോകത്തിലുള്ളവർ പറയുന്നു, ഇന്നത്തെ കാലത്ത് സത്യമായ ആൾക്കാർക്ക് ജീവിക്കുക ബുദ്ധിമുട്ടാണ്, കള്ളം പറയേണ്ടി തന്നെ വരുന്നു. പല ബ്രാഹ്മണ ആത്മാക്കളും മനസ്സിലാക്കുന്നു, ഇടയ്ക്കിടെ ചിലയിടങ്ങളിൽ സാമർഥ്യത്തോടെ നടക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ബ്രഹ്മബാബയെ നോക്കൂ, സത്യതയ്ക്കും പവിത്രതയ്ക്കും വേണ്ടി എത്ര ഒപ്പോസിഷൻ ഉണ്ടായി, എന്നിട്ടും പേടിച്ചില്ല. സത്യതയ്ക്ക് വേണ്ടി സഹനശക്തി അത്യാവശ്യമാണ്. സഹിക്കേണ്ടി വരും, കുനിയേണ്ടി വരും, തോൽവി സമ്മതിക്കേണ്ടി വരും. എന്നാൽ അത് തോൽവിയല്ല, സദാകാലത്തെ വിജയമാണ്. ബാബ പറയുന്നു, സത്യതയെ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും സഹനശീലതയും അത്യാവശ്യമാണ്. സഹനശീലത കുറവാണ് എങ്കിൽ സത്യതയെ സ്വന്തമാക്കുന്നതിൽ തടസ്സം കൂടുതൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ഒരു സ്ഥിതിയിൽ പലരും ചിന്തിക്കുന്നു, ചിലയിടങ്ങളിൽ സാമർത്ഥ്യത്തോടെ മുന്നോട്ടു പോകണം എന്ന്. എന്നാൽ ബ്രഹ്മബാബ ഒരിക്കലും സത്യതയുടെയും പവിത്രതയുടെയും കാര്യത്തിൽ വരുന്ന തടസ്സങ്ങളിൽ പേടിച്ചതേയില്ല. ഇതുപോലെ സത്യതയ്ക്കായി സഹിക്കേണ്ടി വന്നാലും കുനിയേണ്ടി വന്നാലും തോൽവി സമ്മതിക്കേണ്ടി വന്നാലും അതൊരിക്കലും തോൽവിയല്ല, സദാകാലത്തെ വിജയമാണ് എന്ന് മനസ്സിലാക്കണം. സ്ലോഗൻ: പ്രസന്നമായിരിക്കുക, മറ്റുള്ളവരെ പ്രസന്നരാക്കുക. ഇതിനെയാണ് ആശീർവാദം നൽകുക, ആശീർവാദം എടുക്കുക എന്ന് പറയുന്നത്. ലോകത്ത് സത്യമായ സന്തോഷമാണ് ഇന്ന് ഓരോ വ്യക്തിയും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ശാന്തി അന്വേഷിക്കുന്നു, പക്ഷേ സന്തോഷം ഒട്ടും തന്നെ ഇല്ല. ഇങ്ങനെ ഒരു സ്ഥിതിയിൽ നമ്മൾ സന്തോഷമായിരിക്കുന്നു, മറ്റുള്ളവർക്കും സന്തോഷം പകർന്നു കൊടുക്കുന്നു എങ്കിൽ ഇതിനെയാണ് ആശീർവാദം കൊടുക്കുക, എടുക്കുക എന്ന് പറയുന്നത്. ഓം ശാന്തി.